നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ മാസം, അതായത് ജനുവരി മാസം അവസാനിച്ചപ്പോൾ നമുക്ക് നെറ്റ് എത്ര പെർസെൻറ്റേജാണ് വിൻ റേഷ്യോ കിട്ടിയത്, ROA എത്രയാണ് കിട്ടിയത്, ഇതുവരെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം 160 ദിവസമായി. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്ര മാസങ്ങൾ തുടങ്ങിയിട്ട് ഇത്ര മാസങ്ങൾ ചെയ്തപ്പോൾ ഓരോ മാസത്തിലും മൊത്തത്തിൽ എന്താണ് സംഭവിച്ചത്, ഒപ്പം തന്നെ നമ്മളുടെ ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ എങ്ങനെയാണ് കൃത്യമായി കണ്ടെത്തുന്നത്, അടയാളപ്പെടുത്തുന്നത്, അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത്, ഒപ്പം തന്നെ നിങ്ങളിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കമൻറ്റുകളുടെ മറുപടി, ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മാസത്തെ ROI ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ ഈ മാസം വന്നേക്കുന്നത് നമ്മൾ ഏകദേശം ഒരു 5,000 റുപ്പീസിൻ്റെ ട്രേഡുകളാണ് ഓരോ ട്രേഡിലും ഡിപ്ലോയ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയേക്കുന്നത് മൊത്തം ഈ മാസം നമ്മൾ 19 ട്രേഡുകൾ എടുത്തു. അതിൽ നിന്ന് നമുക്ക് 11 പ്രോഫിറ്റും 8 ലോസുമാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ വിൻ റേഷ്യോ എന്ന് പറയുന്ന 57% ഈ മാസം ടോട്ടൽ കിട്ടിയേക്കുന്നത്. ഈ 11 ട്രേഡുകളിലായിട്ട് നമുക്ക് 702 ആണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് 5,000 റുപ്പീസ് നമ്മളിട്ട് ട്രേഡ് ചെയ്തപ്പോൾ അതിൻ്റെ 14% നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ മെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജേണൽ എഴുതി കൃത്യമായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 160 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ മെയിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പല സ്ട്രാറ്റജികൾ മാറി മാറി പരീക്ഷിക്കുകയുണ്ടായി. ഒരു 4-5 സ്ട്രാറ്റജീസ് ഇതിനുള്ളിൽ പരീക്ഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ഹൈ പ്രോബബിലിറ്റി വിൻ റേഷ്യോ കിട്ടിയിട്ടുള്ളത് ഓർഡർ ബ്ലോക്കിൽ നിന്നാണ്. സോ ദാറ്റ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 33 ദിവസത്തോളം ആകുന്നതിൽ നമുക്ക് 21 ദിവസം പ്രോഫിറ്റും 12 ദിവസം ലോസുമാണ് കിട്ടിയേക്കുന്നത്. നെറ്റ് 63% വിൻ റേഷ്യോ നമുക്ക് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി തരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് മന്തിലെ ROI വരുന്നത് 14%. ഇനി നമ്മൾ തുടങ്ങി അതുമുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് മെയ് മാസത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല ദിവസങ്ങളിലായിട്ട് ചെയ്തപ്പോൾ നമ്മൾ മൊത്തം ചെയ്തേക്കുന്നത് 9 പ്രോഫിറ്റും 7 ലോസുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് 16 ദിവസമാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും 1:4, 1:3, 1:3, 1:3, അങ്ങനെ 1:3കളും 4ഉം ഒക്കെ നമ്മൾ ആ മാസം എടുക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് അന്ന് 1:3 ഒക്കെ എടുക്കാൻ പറ്റി, എന്നാൽ ഈ മാസം വരുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മൾ ചെയ്തത് നോക്കിയാൽ പോലും നമ്മൾ 1:3 എടുത്തിട്ടുള്ളത് 1, 2, 3. ഈ 3 ദിവസമേ നമുക്ക് 1:3 എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ 1:2 അതിന് താഴെയോ നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷേ മാർക്കറ്റ് ആ സമയത്തൊക്കെ 1:6 പോയ സമയമുണ്ട്, 5, 4, 7 ഇങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളപ്പോഴൊക്കെ 1:2 മാക്സിമം ഓൾമോസ്റ്റ് ദിവസങ്ങളിൽ എടുത്തിട്ടുള്ളൂ. 3 ദിവസം മാത്രമേ നമ്മൾ 1:3 എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ മാസം 1:4 എടുത്തിട്ടുള്ള സമയമുണ്ട്, 1:3 കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് അന്നത് എടുക്കാൻ പറ്റി? ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഇല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാം എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ എന്താ എന്നറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം. മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ ഈ ഒരു ടൂൾ നിങ്ങൾ കാണുന്നുണ്ടാകും, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. ഇതെടുത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം, അതായത് ഒരു ദിവസത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്യുന്നു, എൻഡ് ക്യാൻഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ കാണിച്ചേക്കുന്ന ഈ നീല സൈഡ് കാണിച്ചേക്കുന്ന വോളിയം ബയേഴ്സിൻ്റെ വോളിയവും യെല്ലോ സൈഡ് കാണിച്ചേക്കുന്ന സെല്ലേഴ്സിൻ്റെ വോളിയമാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ സെല്ലേഴ്സ് കൂടുതൽ വരുന്നത് അപ്പോഴൊക്കെ മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. ബയേഴ്സ് എവിടെയൊക്കെയാണോ കൂടുതൽ വന്നേക്കുന്നത് അവിടെയൊക്കെ മാർക്കറ്റ് മുകളിലേക്ക്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പച്ച കാണിക്കുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് മുകളിലേക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും. അതുപോലെ തന്നെ
നമ്മൾ ഈ മാസം മാർക്കറ്റ് പ്രൊഫൈലിനെ പറ്റി നമുക്ക് അറിയത്തില്ല, നമ്മളതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. എന്നിരുന്നാലും വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. ഓർഡർ ഫ്ലോ ചാർട്ട്, ഗോ ചാർട്ടിൻ്റെ, അതായത് നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്കറിയാം, ചില ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയ്ക്കകത്ത് ഓർഡർ ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ ഫ്ലോ ചാർട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും എത്ര ബയേഴ്സ് ഉണ്ട്, എത്ര സെല്ലേഴ്സ് ഉണ്ട്, ആക്ച്വലി എത്ര സെല്ലേഴ്സ് അവിടെ കൂടുതലായി വന്നിട്ടുണ്ട്, ഇല്ല ബയേഴ്സ് അവിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അതുമാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, റിയൽ ഫാക്റ്റ് കാണാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. അത് നമ്മൾ യൂസ് ചെയ്തത് ഗോ ചാർട്ടിങ്ങിൻ്റെ ഓർഡർ ഫ്ലോ ചാർട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഹയർ ലെവൽ ഓഫ്, അതായത് അഗ്രസീവ് ബയേഴ്സ്, അഗ്രസീവ് എന്ന് പറയുമ്പോൾ പാസീവ് ബയേഴ്സ് ഉണ്ട്, അഗ്രസീവ് ബയേഴ്സ് ഉണ്ട്. പാസീവ് ബയേഴ്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് പ്രൈസിൽ ഓർഡർ ഇട്ടിട്ട് ബൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ആ പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ അവർ ഓർഡർ എടുക്കുന്നുണ്ടാവുള്ളൂ, ലിമിറ്റ് പ്രൈസിലാണ് അവരിട്ടേക്കുന്നത്. അഗ്രസീവ് ബയേഴ്സ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്, അവരൊരിക്കലും ലിമിറ്റ് പ്രൈസ് ഇടുന്നില്ല, അവർ മാർക്കറ്റ് പ്രൈസിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വില, കുറച്ച് അവർ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ വിലയ്ക്കും അവർ ബൈ ചെയ്ത് തന്നിരിക്കും. അതുകൊണ്ടാണ് അഗ്രസീവ് ബയേഴ്സ് ഇല്ല അഗ്രസീവ് സെല്ലേഴ്സ് എന്ന് മാർക്കറ്റ് പ്രൈസിൽ ഓർഡർ ഇടുന്ന ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ അഗ്രസീവ് ബയേഴ്സ് വരുമ്പോഴോ അഗ്രസീവ് സെല്ലേഴ്സ് വരുമ്പോഴോ ആണ് ആ സൈഡിലേക്ക്, അപ്പോൾ ബയേഴ്സാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് കയറാനും സെല്ലേഴ്സാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് കുറയാനുമുള്ള സാധ്യത. അത് ഓർഡർ ഫ്ലോ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് 1:3 4 ഒക്കെ എടുക്കാൻ പറ്റിയിരുന്നത്. കാരണം നമ്മൾ കണ്ടു മനസ്സിലാക്കി അഗ്രസീവായിട്ട് എന്താണ് അവിടെ നടക്കുന്നത്. നമ്മുടെ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യം ഓട്ടോമാറ്റിക്കലി വരുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട്, പക്ഷേ ആ ഗോ ചാർട്ടിങ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1700 രൂപ 800 രൂപയിൽ താഴെ നമുക്ക് ഒരു മാസത്തേക്ക് അവർക്ക് ചാർജ് കൊടുക്കണം. സോ ദാറ്റ് നമ്മൾ ഈ സമയത്ത് ചെയ്തേക്കുന്ന 3000 റുപ്പീസാണ് നമ്മുടെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 50% അപ്പോൾ നമ്മൾ ചാർജ് കൊടുക്കേണ്ട ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നില്ല. സോ അത് യൂസ് ചെയ്ത സമയത്ത് നമുക്കത് നല്ല റിസൾട്ട് തന്നു. അപ്പോൾ ആദ്യത്തെ മാസം നമുക്ക് 12% മുകളിൽ ROI കിട്ടി. രണ്ടാമത്തെ മാസവും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ കുറച്ചും കൂടെ കൂട്ടി 5000 ആക്കി. ആ മാസവും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1:3 കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം 1:4 എടുക്കുന്നുണ്ട്. അവിടെ 1:4 നമ്മൾ എടുത്തേക്കുന്നത് കാണാം ഒരു 7-ാം തീയതിയാണ്. ഈ ജൂൺ 7-ാം തീയതി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ ഓർഡർ ഫ്ലോ ചാർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു, പുതുക്കേണ്ട സമയമായി. നമ്മളത് പുതുക്കിയില്ല. സോ ദാറ്റ് പിന്നെ ഉള്ള ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് കൃത്യമായി ഡയറക്ഷൻ കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഫാക്ട്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റിയും കുറഞ്ഞു. ഒപ്പം തന്നെ നമ്മൾ എടുത്തെല്ലാം 1:2 മാത്രമാണ് ബ്ലൈൻഡ്ലി അതിട്ടെടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിരുന്നാൽ പോലും ആ സമയത്ത് ആദ്യ ദിവസം കിട്ടിയ ഒരു 3-4 അടുപ്പിച്ചുള്ള പ്രോഫിറ്റ് കാരണം നമ്മൾ മൊത്തം 18 ദിവസം എൻട്രി എടുത്തപ്പോൾ 9.9 എന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റി. അത് വെച്ചിട്ടാണ് നമ്മൾ ആ മാസം 17% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഹയസ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ ഓർഡർ ഫ്ലോ പൈസ കൊടുത്ത് യൂസ് ചെയ്യുന്നത് നിർത്തി. സോ ദാറ്റ് നെക്സ്റ്റ് മന്ത് നമുക്ക് ലോസിലേക്ക് പോയി, അതിൻ്റെ അടുത്ത മാസം ലോസിലേക്ക് പോയി, അതിൻ്റെ അടുത്ത മാസം, അതായത് കണ്ടിന്യൂസ് 3 മാസം നമ്മൾ ലോസിലേക്ക് പോയി. ഈ 3-ാമത്തെ മാസം ആയപ്പോഴാണ് നമ്മൾ സ്ട്രാറ്റജി ഒന്ന് മാറ്റി ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജിയിലേക്ക് വന്നു. നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാകും. സ്കാർഫേസ് ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു കനേഡക്കാരൻ, ഒരു പയ്യൻ, ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് മാത്രമാണ് 7-8 വർഷം കൊണ്ട് ആളുടെ ജീവിതാവസ്ഥ വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജിയിലേക്ക് വന്നപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ടായതായിട്ട് കാണാൻ പറ്റുന്ന ഇതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 14 ദിവസം നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 20 ദിവസത്തിൽ ഈ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജി വരുമ്പോൾ ഇത് സൈഡ് വേസ് മാർക്കറ്റിനെയൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്യുക. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നില്ല. ആ സ്ട്രാറ്റജി അങ്ങനെയാണ്. സോ ദാറ്റ് നമ്മുടെ ട്രേഡിൻ്റെ എണ്ണം നന്നായിട്ട് കുറഞ്ഞു. പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 14 ദിവസത്തിൽ 6 ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ, 8 ദിവസവും ലോസാണ്. എന്നിരുന്നാൽ പോലും 40% വിൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, 1:2 റിസ്ക് റിവാർഡ് വെച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. അതിൻ്റെ ബലത്തിൽ, അതായത് ആ മാത്തമാറ്റിക്കൽ എഡ്ജിൻ്റെ ബലത്തിലാണ് നമ്മൾ 8.5% അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കി ആ മാസം. ഓക്കെ, അപ്പോൾ അടുപ്പിച്ച് 3 മാസം നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് ബൈ ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞപ്പോൾ 3 മാസം കണ്ടിന്യൂസ് ലോസ് വന്നു. പിന്നെ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജിയുടെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടിട്ടാണ് 1:2 റിസ്ക് റിവാർഡും പ്ലസ് 40% വിൻ റേഷ്യോ, അത് വെച്ചിട്ടാണ് നമ്മൾ 8.5
പ്രോഫിറ്റിലേക്ക് ഈ മാസത്തിൽ വന്നത്. അപ്പോൾ ജേണൽ എഴുതുന്ന ശീലമില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൃത്യമായി ജേണൽ എഴുതിയിരുന്നത് കൊണ്ടിട്ടാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് തരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ജേണൽ എന്ന് നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നു, അതിനുശേഷം മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ജൈത്രയാത്ര നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റൂ. അതല്ലാതെ ബൈ ലെക്കൊന്നും ഇവിടെ ആരും വിജയിച്ച് കണ്ടിട്ടില്ല. അതർവൈസ് ലെക്ക് അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. സിസ്റ്റമാറ്റിക്കലി ഇത് എഴുതി പോകുന്ന ആൾക്കാർക്ക് മാത്രമേ കൃത്യമായിട്ട് എന്താണ് അവസ്ഥയെന്ന് തിരിച്ചറിഞ്ഞ് പാകപ്പിഴകൾ കവർ ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. സോ ജേണലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എഴുതി തുടങ്ങിക്കോളും. നെക്സ്റ്റ് മാസം വന്നപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് 14 ദിവസമേ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് 5 ദിവസമേ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. മെജോറിറ്റി ദിവസവും ലോസ് തന്നെയായിരുന്നു. എന്നിരുന്നാലും ആ ഒരു മാത്തമാറ്റിക്കൽ എഡ്ജിൻ്റെ പുറത്ത് നമ്മൾ ബ്രേക്ക് ഈവനിൽ നിന്നു. കയ്യിൽ നിന്ന് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇവിടെ ചാർജസ് വരുന്നുണ്ട്, പക്ഷേ ചാർജസ് ഇല്ലാതെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ അത് നമ്മൾ ഒരിക്കലും ചാർജസിനെ പറ്റി നമ്മൾ കൺസേൺഡ് അല്ല. കാരണം അത് കൊടുക്കാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ചാർജസ് അല്ല ആക്ച്വലി ഇവിടുത്തെ പ്രശ്നം. ഓവർ ട്രേഡിങ്ങും നിങ്ങൾ കൊടുക്കുന്ന ഓവർ ട്രേഡിങ്ങിലൂടെ കൊടുക്കുന്ന ലോസും പ്ലസ് ചാർജും കൂടെ കൂടുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ നെറ്റ് ലോസിനേക്കാൾ കൂടുതൽ ചാർജസ് നിങ്ങൾ കൊടുക്കുന്നു എപ്പോഴാണ് ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ. സോ ദാറ്റ് ഓവർ ട്രേഡിംഗ് ആണ് പ്രശ്നം, അല്ലാതെ ബ്രോക്കറേജ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഈവനിലായിരുന്നു. ഇവിടെ വന്നിട്ട് അതായത് ഡിസംബർ 10-ാം തീയതിയോടുകൂടി ആണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്ട്രാറ്റജിയും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ എഡ്ജ് നമ്മൾ കാണുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി കാണുന്നുണ്ട്, മറ്റ് പലതും മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ഇനിയും അഡ്വാൻസ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുമോ, ആ ഒരു നമ്മുടെ ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ പലവിധ സ്ട്രാറ്റജികൾ മാറ്റി അവസാനം ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് എത്തുന്നത്. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൽ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. കാരണം അത് മുൻകൂട്ടി ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഇന്നെടുത്ത് വന്നാൽ മാർക്കറ്റ് വന്നാൽ നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യും. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എവിടുന്നാണോ മാർക്കറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആ വരുന്ന ഡയറക്ഷനിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഓർഡർ വരാൻ പോകുന്നത്. അപ്പോൾ റിവേഴ്സൽ എൻട്രീസ് അല്ലെങ്കിൽ റിവേഴ്സൽ ട്രേഡാണ്, ട്രെൻഡിന് എഗൻസ്റ്റാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്കൊരു കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി വീഡിയോസ് കണ്ടപ്പോഴാണ് ഒരു പർട്ടിക്കുലർ സ്ഥാപനം നടത്തിയ ഒരു പഠനം, ഒരു 10 വർഷത്തെ ചാർട്ട് പാറ്റേണുകളിൽ അവർ നടത്തിയ പഠനത്തിൽ നിന്ന് അവർ കണ്ടെത്തിയതാണ് ട്രെൻഡ് ട്രേഡിംഗ്. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ ആലങ്കാരികമായി ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെൻഡ് ലൈൻ വരച്ചും പലവിധ ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജീസ് വെച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്ഥാപനം നടത്തിയ പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത് ഇതാണ്: ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജി 53-54% മാത്രം വിൻ റേഷ്യോ തരുമ്പോൾ ട്രെൻഡ് റിവേഴ്സൽ സ്ട്രാറ്റജി പാറ്റേൺസ് എല്ലാം തന്നെ 72% അതിന് മുകളിലോ വിൻ റേഷ്യോ തരുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20% ഹയർ പ്രോബബിലിറ്റിയാണ് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണുകൾ തരുന്നത്. സോ ദാറ്റ് ഓർഡർ ബ്ലോക്ക് ട്രെൻഡ് റിവേഴ്സലാണ് ബൈ ഡിഫോൾട്ട്. ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് എന്നാൽ ശരി ഓർഡർ ബ്ലോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ ഫസ്റ്റ് മന്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമ്മൾ തുടങ്ങിയ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജിയിലൂടെയാണ് അടുപ്പിച്ച് 4 ദിവസം നമുക്ക് ലോസ് കിട്ടി. ഈ 4 ദിവസത്തെ ലോസിന് ശേഷമാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വരുന്നത്. പിന്നീട് കണ്ടിന്യൂസ് 2 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഒരു ദിവസം 1:2 ആണ്, ഒരു ദിവസം ബ്രേക്ക് ഈവൻ ആണ്, എന്നിരുന്നാലും പ്രോഫിറ്റാണ്. ഓക്കെ, 3-ാമത്തെ ദിവസം നമുക്ക് ലോസായി. പക്ഷേ പിന്നീട് അടുപ്പിച്ച് 4 ദിവസം നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നു. ഇവിടെ നമുക്ക് പിന്നെ കാണാൻ കഴിഞ്ഞൊരു കാഴ്ച ഇതാണ്: അടുപ്പിച്ച് 3-4 ദിവസം നമുക്ക് ലോസ് വരുന്ന ഒരവസ്ഥ പിന്നെ ഉണ്ടായില്ല. അതായത് 2 ദിവസത്തിൽ കൂടുതൽ അടുപ്പിച്ച് ലോസ് വരുന്ന ഒരവസ്ഥ പിന്നീട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് പ്രോഫിറ്റ് വരാൻ തുടങ്ങി, ഒപ്പം തന്നെ കണ്ടിന്യൂസ് ലോസ് എന്ന് പറയുന്ന അവസ്ഥ ഒഴിവായി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം 57% വിൻ റേഷ്യോയും ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ചെയ്തു തുടങ്ങിയതിന് ശേഷം ടോട്ടലി നമുക്ക് 63% വിൻ റേഷ്യോയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ മാസം നമ്മൾ 14% ROAയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ മാസം നോക്കിയാലും, അതായത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി തുടങ്ങുമ്പോൾ നമ്മൾ 4 ലോസുമായിട്ടാണ് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റിലെ ആ മാസം ആരംഭിച്ച് 4 സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മൾ മാറിയത്. മൊത്തം നമ്മൾ ട്രേഡ് ചെയ്തത് 18 ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ 4 ദിവസത്തെ ലോസ് അടക്കം മൊത്തം 8 ലോസേ ആ മാസം നമുക്ക് വന്നിട്ടുള്ളൂ. സോ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി
10 ദിവസം പ്രോഫിറ്റുമായിട്ട് വലിയ രീതിയിൽ പ്രോഫിറ്റബിൾ ആകാൻ നമ്മളെ സഹായിച്ചു. 55% വിൻ റേഷ്യോ. ആദ്യത്തെ 4 ദിവസം ഈ മെത്തേഡിലല്ല ട്രേഡ് എടുത്തത് എന്നിരുന്നിട്ട് പോലും നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സോ ദാറ്റ് ആ മാസം നമുക്ക് 11% ROI കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇവിടെയും നമുക്ക് പറഞ്ഞു, അതായത് നിങ്ങൾ ജനറലായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മളുടെ പല വിധത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകൾ ഇപ്പോൾ ഇന്ത്യയിലാണ് ട്രേഡേഴ്സ് കാനുവൽ നടക്കുന്ന പോലെ തന്നെ അപ്പോൾ ജർമ്മനി അതുപോലെ പല രാജ്യങ്ങളിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ പല വിധത്തിലുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ പാട്രിക് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആളൊരു ജർമ്മൻ ട്രേഡറാണ്. ആൾ 2 ടൂൾസേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് നമ്മളിപ്പോൾ യൂസ് ചെയ്ത കാണിച്ച മാർക്കറ്റ് പ്രൊഫൈൽ, 2 ആദ്യ മാസങ്ങളിൽ നമ്മൾ ഗോ ചാർട്ടിങ്ങിൻ്റെ പൈസ കൊടുത്ത് മേടിച്ച സംഭവം ഉണ്ടല്ലോ, അതായത് ഓർഡർ ഫ്ലോ ചാർട്ട്. ഈ 2 സാധനങ്ങൾ മാത്രമാണ് പുള്ളി ടൂളായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ പുള്ളി 6 വർഷത്തിൽ 5 വർഷം പുള്ളി ട്രേഡിംഗ് ചാമ്പ്യനായി. വേൾഡ് ട്രേഡിംഗ് ചാമ്പ്യൻ, റോബിൻസ് കപ്പ് എന്ന് പറയുന്ന ഒരു വേൾഡ് ട്രേഡിംഗ് ചാമ്പ്യനായി. അപ്പോൾ ഈ 2 ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് അച്ചീവ് ചെയ്തത്. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മളാണെങ്കിൽ പോലും ചെയ്തു തുടങ്ങിയപ്പോൾ പോലും ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് നമ്മളിവിടെ കണ്ടു. 1:3 4 ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി അത് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 1:3 2-3 ദിവസം എടുക്കാൻ പറ്റി. മാർക്കറ്റ് പോയ പല ദിവസങ്ങളിലും 4, 5, 6, 7 വരെ പോകുന്നത് കണ്ടിരിക്കാൻ നമുക്ക് പറ്റി. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇത് ഇല്ലെങ്കിൽ ഈ 2 രീതികൾ ഓൾറെഡി വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ആൾ പോലും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തിരക്കി പിടിച്ച് അങ്ങോട്ടേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നമ്മളുടെ ട്രേഡിംഗ് കരിയറിൽ ഈ 160 ദിവസം ടോട്ടലി വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇത് നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞത് ഇതുവരെ ഇല്ലാതിരുന്നൊരു പുതിയ ശീലം തുടങ്ങിയത് കൊണ്ടിട്ടാണ്. അത് ജേണൽ എഴുതുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത് കുറച്ച് കാര്യങ്ങൾ ഡിസിപ്ലിൻ കൊണ്ടുവരിക. ഒന്ന്, ഒരു ദിവസം തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ഒരു ട്രേഡ് മാത്രം എടുക്കുക. കാരണം നിങ്ങളുടെ ലോസ് അല്ല നിങ്ങളെ കൂടുതൽ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഓവർ ട്രേഡിംഗ് ആണ്. ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു മാസം നെറ്റ് വരുത്തുന്ന ലോസിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചാർജസ് കൊടുക്കുന്ന അവസ്ഥകൾ വരാറുണ്ട്. ഇനി അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ പോലും നിങ്ങൾ ജേണൽ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ജേണൽ എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യുക. 2, ഓവർ ട്രേഡിംഗ് അവസാനിപ്പിക്കുക. കാരണം 10 ട്രേഡ് എടുത്തുകൊണ്ട് നിങ്ങളിവിടെ വിജയിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടുതൽ ഉറപ്പ് വരുത്തുന്നുണ്ട്, നിങ്ങൾ നമ്പർ ഓഫ് ട്രേഡ് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ തോൽക്കാനുള്ള സാധ്യത നിങ്ങൾ കൂട്ടുവാണ്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, 2, അപ്പോൾ 1 ജേണൽ എഴുതി തുടങ്ങുക. 2, ഓവർ ട്രേഡിംഗ് അവസാനിപ്പിച്ചോളൂ, നിങ്ങൾ വിജയിച്ചിരിക്കും. 3, നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പുതിയൊരു ട്രേഡറാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് പാകപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പലവിധ സ്ട്രാറ്റജികളല്ല, അതിലുപരി റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതിലൂടെ മാത്തമാറ്റിക്കൽ എഡ്ജിലൂടെയാണ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വരണമെങ്കിൽ ആദ്യം ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പോൾ ഞാനോ മറ്റാരോ വിജയിച്ച് ഏതൊരാൾ പറഞ്ഞാലും നിങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാവത്തില്ലെന്ന് എനിക്കറിയാം. മറിച്ച് നിങ്ങൾക്ക് സ്വയം ഉള്ളിൽ നിന്ന് അത് ബോധ്യപ്പെടണം. അതിനെടുക്കുന്നൊരു സമയം, അത് ഓൾമോസ്റ്റ് കേസിൽ ഒരു 3 വർഷത്തെ ആവറേജ് ടൈമാണ് പലർക്കും എടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതിന് മുമ്പേ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. എന്നിരുന്നാൽ പോലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു 3 വർഷമെങ്കിലും പല വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാതെ ഒരാൾക്കും പലപ്പോഴും അതൊന്നും മനസ്സിലാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഡിസിപ്ലിൻ കൊണ്ടുവരിക, ഒരു 3 വർഷം സമയം കൊടുക്കുക. മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ പല സബ്ജക്റ്റുകളും നമ്മൾ 10 20 വർഷം പഠിച്ചു, പല വിധത്തിലുള്ള കാര്യങ്ങൾ അക്കാഡമിക്കലി പഠിച്ചു, എന്നിട്ട് നമ്മളൊരു ജോലിക്ക് പോകുക. എത്ര രൂപ സാലറി കിട്ടുന്നത്? എന്നാൽ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സാധ്യതയുള്ളത്? എങ്ങും പോകേണ്ട, വീട്ടിലിരുന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ഇഷ്ടമുള്ള സ്ഥലത്തിരുന്നിട്ട് കാലാവസ്ഥ പ്രശ്നമില്ലാതെ, മറ്റൊന്നും പ്രശ്നമില്ലാതെ, മറ്റാൾക്കാരോട് ഇടപഴകാതെ നിങ്ങൾക്ക് ഐസൊലേറ്റഡ് ആയിട്ട് എവിടെ ഇരുന്നിട്ട് വേണേലും ചെയ്ത് ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന അവസരമാണിത്. സോ 2-3 വർഷം അതിനുവേണ്ടി പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി പൂർണ്ണമായി പഠിച്ചു നിങ്ങൾ വിജയിക്കുമെന്ന് എപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നോ അതിനുശേഷം മാത്രം നിങ്ങൾ ആക്ച്വൽ മണി ഇറക്കിയാൽ മതി എന്നുള്ളതാണ്. അതുവരെ നിങ്ങൾ വോളിയം വളരെ കുറച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രേഡുകൾ നമ്മുടെ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് 13 രൂപ, 16 രൂപ, 22 രൂപ, ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ. എന്തുകൊണ്ടാണ് അവിടെ അതങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും
ഒരു ക്വാണ്ടിറ്റി വെച്ചൊക്കെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. എപ്പോഴാണോ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് ആ സമയത്ത് വീണ്ടും നമ്മൾ ക്വാണ്ടിറ്റി നല്ലപോലെ കുറച്ച് ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തറിയാം അറിയില്ല എന്ന് തിരിച്ചറിയുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി പൈസ മുടക്കേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ പൈസ, ഒരു 1000 രൂപയോ 100 രൂപയോ പോലും അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ ട്രേഡ് പ്രാക്ടീസ് ചെയ്യുക. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് വരെ നിങ്ങളത് തുടരുക. എന്നാണോ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടു എനിക്കിത് ചെയ്യാൻ പറ്റും, ആ അവസ്ഥയിലേക്ക് സൈക്കോളജിക്കലി ഇതിൻ്റെ മാത്തമാറ്റിക്സ് സൈഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കയ്യിലുള്ള പണം കൂടുതലായിട്ട് ഇറക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുക. അതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൻ റേഷ്യോ നന്നായിട്ട് കിട്ടുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഈ ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാരണം പല ആൾക്കാർക്കും അതിനകത്ത് ഇനിയും ഡൗട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. വലിയൊരു മൂവ് മാർക്കറ്റിൽ വരുന്നു. നമുക്കറിയാം ഒരു പ്രൈസ് ഇപ്പോൾ 100 രൂപയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് പെട്ടെന്ന് അതൊരു 105 രൂപയിലേക്കോ 110 രൂപയിലേക്കോ പോവുകയാണ്. നമുക്ക് മനസ്സിലായി 105 രൂപ എന്ന് പറയുമ്പോൾ 5% ചേഞ്ച് വന്നു. ഒരു ദിവസം ഓൾമോസ്റ്റ് സ്റ്റോക്കുകളിൽ നടക്കുന്നത് ഒരു 2% ആവറേജ് ഒരു ചേഞ്ചാണ് നമുക്ക് പൊതുവേ കാണാൻ കഴിയുന്നത്. ചില ദിവസങ്ങളിൽ അപൂർവമായി 5% 10% ഒക്കെ മൂവ് നടക്കാറുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 3% ചേഞ്ചാണ് ടോട്ടൽ തന്നേക്കുന്നത്. അതിൻ്റെ ലോയിൽ നിന്ന് ഹൈയിലേക്ക് 3.47% ആണ് മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന വലിയൊരു മൂവ്, ഇപ്പോൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മൂവ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് 2%-ലധികം മൂവ് നടന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു മൂവ് താഴത്തേക്ക് വന്നത്? സിമ്പിളാണ്, നമുക്കറിയാം. അഗ്രസീവ് സെല്ലിംഗ് നടന്നു. അഗ്രസീവ് സെല്ലേഴ്സ് എന്താ ചെയ്യുന്നത്? അവരൊരിക്കലും ലിമിറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യത്തില്ല, മാർക്കറ്റ് പ്രൈസിലായിരിക്കും അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓർഡേഴ്സ് വരുമ്പോൾ മാത്രമേ മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെൻറ്റ് നടക്കത്തുള്ളൂ. ഇപ്പോൾ ലിമിറ്റ് ബയേഴ്സ് ഇവിടെ നിൽക്കുന്നു, താഴത്ത് നിൽക്കുന്നു, ലിമിറ്റ് സെല്ലേഴ്സ് മുകളിൽ നിൽക്കുന്നു. രണ്ടുപേരും താഴോട്ടും മുകളിലേക്ക് ഇറങ്ങി വരുന്നില്ല എങ്കിൽ പ്രൈസ് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് ഓർഡേഴ്സ് ഇവിടെ വരുമ്പോഴാണ് ലിമിറ്റ് ഓർഡേഴ്സുമായിട്ട് അത് മാച്ച് ചെയ്യുമ്പോഴാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അഗ്രസീവ് സെല്ലേഴ്സ് ഇവിടെ വന്നു. അപ്പോൾ ആരായിരിക്കും അഗ്രസീവ് സെല്ലേഴ്സ്? സാധാരണ റീറ്റെയിലേഴ്സ് ആയിരിക്കത്തില്ല എന്ന് നമുക്കറിയാം. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരൊരു ലിമിറ്റ് പ്രൈസിലിട്ടാൽ അവർക്ക് ഓർഡർ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ അവർ മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ വിൽക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി നല്ല കാശുള്ള ഏതൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയോ ഇവിടെ നിന്ന് നല്ല രീതിയിൽ സെല്ല് ചെയ്തു. സോ ദാറ്റ് പ്രൈസ് നല്ല രീതിയിൽ താഴത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എന്ത് മനസ്സിലായി? ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്ത പോയിൻ്റാണിതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? ഇനിയും ഇവിടെ വരെ പ്രൈസ് വന്നാൽ ഇവർ വീണ്ടും സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്കതൊന്ന് അറിയണമല്ലോ. അടുത്ത ദിവസത്തെ ഇല്ല കഴിഞ്ഞ ദിവസത്തെ ചാർട്ടിൽ നോക്കിയിട്ട് അത് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ലാസ്റ്റ് ഒരു വലിയ മൂവ് മുകളിലേക്ക് വന്നിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് ബിൽഡ് ചെയ്തു. ഈ പ്രൈസിൽ വന്ന് ടച്ച് ചെയ്തപ്പോൾ ഈ അഗ്രസീവ് ബൈ ചെയ്ത് ആരാണോ അവർ വീണ്ടും അവിടെ നിന്ന് ബൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്തു. കണ്ടോ? വലിയ രീതിയിൽ പിന്നീട് പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇങ്ങനെയുള്ള പ്ലേസുകളെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഓർഡർ ബ്ലോക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല രീതിയിൽ പുഷ് ചെയ്തു. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് താഴത്തേക്ക് നല്ല രീതിയിലൊരു പുഷ് വന്നിട്ടുണ്ട്. അതിനുശേഷം റീടെസ്റ്റ് ഇവിടെ വന്നപ്പോഴൊക്കെ മാർക്കറ്റിന് താഴത്തേക്ക് പിന്നെയും പുഷ് ചെയ്യുന്നതാണ് കാണുന്നത്. സോ ദാറ്റ് ഈ ഏരിയ ഒരു ഓർഡർ ബ്ലോക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നതെല്ലാം ശരിയായിക്കൊള്ളണം നിർബന്ധമില്ല. തെറ്റുകൾ പറ്റും. 2, 3, 4, 5, 10 വട്ടം തെറ്റുകൾ പറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഈ തെറ്റുകൾ പറ്റി നമ്മളത് കറക്റ്റ് ചെയ്ത് ശരിയാക്കി പിന്നീട് കൂടുതലും തെറ്റുകൾ പറ്റാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഏകദേശം അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി നമ്മൾ ചെയ്യുന്നത് ശരിയാവാനുള്ള സാധ്യത വരും. അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് കഴിഞ്ഞ ദിവസത്തേത് വെച്ചിട്ട് ഈ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഈ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയുവാണ്, നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്നില്ല. കമൻറ്റിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നതാണ് ലൈവ് ട്രേഡ് ഉണ്ടോ? ലൈവ് ട്രേഡ് ആക്ച്വലി ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിഫ്റ്റി ലൈവ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ മൊത്തം അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
സെബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈവ് ട്രേഡ് എന്ന് പറയുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ഒത്തിരി പേര് ട്രേഡ് എടുക്കുന്നുണ്ടാവും. ഒന്നും പഠിക്കാതെ സ്വന്തമായിട്ട് അറിയാതെ മറ്റാരോ പറഞ്ഞു കേട്ടിട്ട് ഒരാൾ ട്രേഡ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അത് എന്തും സംഭവിക്കാം. അയാളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകാം. പലവിധ കാരണങ്ങളാണ്. ഒന്ന്, ഇയാൾ എൻ്റയർ കയ്യിലുള്ള പൈസ ഇറക്കിയിട്ടായിരിക്കാം ട്രേഡ് ചെയ്യുന്നത്. പൊസിഷൻ സൈസിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരിക്കാം. മറ്റ് മനസ്സിലാക്കേണ്ട റിസ്ക് റിവാർഡോ കാര്യങ്ങളോ ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊക്കെ അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ക്യാപിറ്റലും പോകാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് നിങ്ങളാണെങ്കിലും ചിന്തിക്കേണ്ടത് മറ്റൊരാളുടെ തല കൊണ്ട് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം ചിന്തിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നിങ്ങൾ കുറേ കാലം പഠിക്കാൻ ശ്രമിക്കുന്നു, 2-3 വർഷം എടുക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആഗ്രഹമുണ്ട്, നിങ്ങളെ കൊണ്ട് അത് പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് വിട്ട് കളഞ്ഞേക്കുക. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് നിങ്ങൾ സ്വയം ശ്രമിച്ച് നോക്കുക. പറ്റുന്നില്ല എങ്കിൽ പൂർണ്ണമായിട്ടും ഇതിന് വിട്ട് കളയുക. മറ്റെന്താണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ മേഖലയിൽ നിങ്ങൾ വിജയിക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് പഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത്. ഞാനിവിടെ മികച്ചൊരു ട്രേഡറൊന്നും ആയിട്ടില്ല. ഈ കാണുന്ന വീഡിയോ കണ്ടിട്ട് അടുത്ത ദിവസം നിങ്ങൾ ഇതിനകത്ത് പോയി ഒരിക്കലും എൻട്രി എടുക്കരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കി ചെയ്തില്ല എങ്കിൽ ഞാൻ പറയുന്നത് ഇത് ഒരേ സമയം തന്നെ ശരിയാവാനും തെറ്റാവാനുമുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ എൻ്റെ പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡും വെച്ചിട്ടാണ് ഞാൻ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ എൻ്റെ ഈ സ്ട്രാറ്റജി വെച്ചിട്ടല്ല. സോ ദാറ്റ് ഈ സ്ട്രാറ്റജി നിങ്ങളാരും ബ്ലൈൻഡ്ലി കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴത്തെ ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ അത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ദിവസത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളിതൊന്ന് ഹൈഡ് ചെയ്യുവാണ്. നമ്മൾ മറ്റൊരു സ്റ്റോക്കിലേക്ക് പോവുകയാണ്. ഇവിടെയും വലിയ മൂവുകൾ നടന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കെങ്ങനെ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം അനുസരിച്ച് ഇവിടുന്ന് നല്ലൊരു പുഷ് താഴത്തേക്ക് വന്നു. ഒപ്പം തന്നെ ഇവിടുന്ന് വലിയൊരു പുഷ് താഴത്തേക്ക് വന്നു. ഈ ഒരു വലിയ പുഷ് താഴത്തേക്ക് വന്നതിന് ശേഷം തിരിച്ച് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നപ്പോഴൊക്കെ മാർക്കറ്റിന് തിരിച്ച് പ്രഷർ വരുന്നുണ്ട്, താഴത്തേക്ക് തന്നെ പുഷ് വരുന്നുണ്ട്. സോ ദാറ്റ് നമ്മളവിടെ കണ്ടെത്തിയേക്കുന്ന ഓർഡർ ബ്ലോക്കുകൾ ഇതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തേക്ക്, ഒപ്പം തന്നെ ഇവിടുന്ന് മുകളിലേക്കൊരു പുഷ് വരുന്ന പോലെ തോന്നിയുകൊണ്ട് നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇതിൻ്റെ ഇടയ്ക്കും, ഒപ്പം തന്നെ താഴത്ത് ഇവിടുന്ന് നല്ലൊരു മൂവാണ് മുകളിലേക്ക് കൊടുത്തത്. സോ ദാറ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് മുകളിലേക്ക് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലതവണ പ്രാക്ടീസ് ചെയ്യുക. പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും, വഴങ്ങും. ചില ആൾക്കാർക്ക് കുറച്ച് സമയം എടുക്കാം. സമയം കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വലിയൊരു മൂവ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. അതിന് ശേഷം താഴത്തേക്ക് വലിയൊരു മൂവ് വന്നിരിക്കുന്നു. സോ ഇവിടെയും നമ്മളൊരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നും കൂടിയുണ്ട്. ഈ ഏരിയയിൽ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലേക്കുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1% ചേഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു ദിവസം സ്വാഭാവികമായിട്ടും ഒരു 2% ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ പലതിലും കാണുന്നത്. സോ 1% എന്ന് പറയുമ്പോൾ അത് നല്ലൊരു മൂവാണ്, നല്ലൊരു റേഞ്ചാണ്. നമ്മൾ 1:2 റിസ്ക് റിവാർഡ് 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചെടുക്കുന്ന ഒരാൾക്ക് 1:2 അവിടെ കിട്ടും. സോ ആ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ അടയാളപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഓർഡർ ബ്ലോക്കിനെ പറ്റി നമുക്ക് പറയാൻ ഇത്രയാണുള്ളത്. ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് പേര് ചോദിച്ച കമൻറ്റും അതിൻ്റെ മറുപടിയുമാണ്. നമുക്കതിലേക്ക് വരാം. പിന്നെ ഒരു കാര്യമുള്ള ഇതാണ്, കുറച്ച് പേര് നമ്മുടെ നമ്പർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്പർ ഈ കാണുന്നതാണ് സ്ക്രീനിൽ. പക്ഷേ നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലം കൂടുതലായിട്ട് ഉണ്ടാകുമോ ഇല്ലയോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ടൈം വേസ്റ്റെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. എനിവേ നിങ്ങളോട് എന്തൊക്കെയാണോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, പറഞ്ഞു തരാനുള്ളത്, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഫ്രീ ആയിട്ട് തന്നെ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. നമ്മൾ ഒരു കോഴ്സും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ലൈഫ് ടൈമിൽ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കോഴ്സും ചെയ്യുന്നുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ട്രേഡിങ് നിങ്ങളായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, മറ്റാരായിക്കോട്ടെ,
എത്ര പൈസ കൊടുത്ത് ഏത് കോഴ്സ് പഠിച്ചിട്ടും നിങ്ങൾ ട്രേഡിങ്ങിൽ വിജയിക്കും എന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അതർവൈസ് ഞാൻ എത്ര രൂപ മുടക്കി പഠിച്ചാലും ആ പഠിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് അന്വേഷിച്ച് തേടിപ്പിടിച്ച് നമ്മുടേതായ രീതിയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം, ഓരോ ദിവസത്തെയും ചാർട്ടിൻ്റെ പാറ്റേൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫിനിറ്റ് ഓഫ് കോമ്പിനേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പല രീതിയിൽ ചാർട്ട് പാറ്റേൺസ് വരുന്നുണ്ട് ഓരോ ദിവസവും. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ദാറ്റ് ഈ ചാർട്ട് പാറ്റേണുകളിൽ പല വിധത്തിൽ പല മെത്തേഡുകളിൽ നമ്പർ ഓഫ് മെത്തേഡ്സിൽ ട്രേഡ് എടുത്ത് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പിവോട്ട് കോൾ യൂസ് ചെയ്ത് കണ്ടിന്യൂസ്ലി പിവോട്ട് പോയിൻറ്റ്സുകൾ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി ട്രേഡ് എടുത്ത് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ OI നോക്കിയിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒപ്പം ഇതുപോലെ പലവിധ ഇൻഡിക്കേറ്റേഴ്സ്, സൂപ്പർ ട്രെൻഡ്, MACD ഇതൊക്കെ യൂസ് ചെയ്ത് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പറ്റിയ രീതികൾ വളരെ വളരെ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതി കണ്ടിരിക്കുന്ന കുറേ ആൾക്കാരിൽ കുറച്ച് പേർക്ക് പറ്റും, കൂടുതൽ പേർക്ക് ഒരുപക്ഷെ പറ്റുന്നുണ്ടാവില്ല. എനിവേ, നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഞാൻ ഈ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ട്രേഡ് റെക്കോർഡ് ചെയ്ത് വെക്കുക, സിസ്റ്റമാറ്റിക് ആക്കുക, ഇതിൻ്റെയൊക്കെ ഭാഗമായും കൂടിയാണ് ഈ വീഡിയോസ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ മറ്റൊരാൾക്ക് അത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ. ഇനി ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. പിന്നെ നമ്മൾ നമ്മുടെ സമയം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവില്ല. ആരെങ്കിലും വിളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ ഇപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെയൊക്കെ സമയം നമുക്ക് ജീവിക്കാൻ വേണ്ടതാണ്. എൻ്റെ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞാനൊരു ചാർജും ഈടാക്കുന്നുണ്ടാകും. അപ്പോൾ അത് ഓക്കെയാണ് എന്നുള്ളവർക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ കോഴ്സുകളൊന്നും സെല്ല് ചെയ്യുന്നുണ്ടാവില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടുന്ന അഡ്വൈസസ് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ട്രേഡ് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ വ്യത്യസ്തമാക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിരുന്നത്, അദ്ദേഹം പറയുന്നത് മിനിമം 5 ട്രേഡ് ഒരു ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് നിർത്തേണ്ടത് ഈ 5 ട്രേഡ് എന്നുള്ളതൊക്കെ അങ്ങ് കളയുക. നിങ്ങൾ ഒരേ ഒരു ട്രേഡ് മാത്രം എടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് ഫസ്റ്റ് എത്തുക. ഒപ്പം തന്നെ ജേണൽ എഴുതി തുടങ്ങുക. അദ്ദേഹം ജേണലും എഴുതുന്നില്ലായിരുന്നു. ഈ 2 കാര്യങ്ങൾ ചെയ്ത് ഒരു 200 ദിവസം ട്രേഡ് ചെയ്തതിന് ശേഷം എന്ത് നെറ്റ് റിസൾട്ട് കിട്ടുന്നു, സമയം ഇവിടെ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു വിജയിച്ച് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം വിളിച്ചിട്ടൊന്നുമില്ല. എന്തായി അവസ്ഥയെന്ന് എനിക്കിപ്പോൾ അറിയത്തുമില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സത്യത്തിൻ്റെ മുഖം വികൃതമാണെന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളായിരിക്കും ഒരുപക്ഷെ നമുക്ക് കൂടുതൽ പറയാനുണ്ടാകുക. എന്നിരുന്നാൽ പോലും നമ്മൾ പറയാനുള്ളതെല്ലാം ചാനലിൽ കൂടെ പറയുന്നുണ്ട്. ഇനിയും വിളിക്കണമെന്നുള്ളവർക്ക് വിളിക്കാം, പക്ഷേ ഞാനതിന് ചാർജ് ചെയ്യുന്നുണ്ടാകും എന്ന് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, അപ്പോൾ ഈ ബ്രോക്കറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ആൾ ചോദിച്ചതനുസരിച്ച് ഒന്നും കൂടെ നമുക്ക് പറഞ്ഞേക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്ന കുറച്ച് രീതികൾ ഇതാണ്. ഇപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നമ്മളൊരു 4-5 സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അതായത് 1-2 പേരുടെ ചോദ്യം ഇതാണ്, സ്റ്റോക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന വേറൊരു രീതിയിലും ഇല്ല. നമ്മളിവിടെ ഡേ ക്യാൻഡലിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇൻഡിക്കേറ്റേഴ്സിൽ പോകുമ്പോൾ നമുക്ക് ആവറേജ് ട്രൂ റേഞ്ച് ATR എന്ന് ചുരുക്കപ്പേരിൽ പറയും. ഈ ആവറേജ് ട്രൂ റേഞ്ച് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ലൈൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ATR 5 ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ സ്വിച്ച് ചെയ്യുന്നുണ്ടാകും. ഇതിന് ATR 5 എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളിത് 14 ആക്കും. 14 എന്ന് പറയുമ്പോൾ അവിടെ 14 ദിവസത്തെ ആവറേജ് ട്രൂ റേഞ്ചാണ് ATR 14 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 14 ദിവസത്തെ ആവറേജ് എടുത്തപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് 8 ആണ്. 8 എന്ന് പറയുമ്പോൾ പവർ ഗ്രിഡിൻ്റെ സ്റ്റോക്കിൻ്റെ വില വരുന്നത് 289 ആണ്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര ശതമാനമായി? 289 10%. നമുക്കത് എത്ര ശതമാനമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോട്ടെ. അപ്പോൾ പവർ ഗ്രിഡ് 280 രൂപ. ATR എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം, ഈ ലെഫ്റ്റ് സൈഡ് കോർണറിൽ ഇവിടെ എഴുതി കാണിക്കുന്നതാണ് 8 രൂപ 44 പൈസയാണ് ATR. അതായത്
2.9% ഇതിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ്, ഈ സ്റ്റോക്ക് ഒരു ദിവസം ആവറേജ് 2.9% മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് കിട്ടണം? നമുക്കൊരു ദിവസം സ്റ്റോപ്പ് ലോസ് ആയിട്ട് 0.5% കൊടുക്കാൻ പറ്റണം. പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ 1% മിനിമം പ്രോഫിറ്റ് കിട്ടണം, 1:2 റിസ്ക് റിവാർഡിന്. ഓക്കെ, അപ്പോൾ 1.5%. അപ്പോൾ 2% മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൽ നമുക്ക് 1.5% പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇത്രയേ നോക്കുന്നുള്ളൂ. ഏതൊരു സ്റ്റോക്ക് എടുത്താലും അത് മിനിമം 2% എബോവ് മൂവ് ചെയ്യുന്നുണ്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 255, ഇതും 8.92% ATR കൊടുക്കുന്നുണ്ട്. അതായത് ഇതും 2.9%-ന് മുകളിൽ ചേഞ്ച് ഓരോ ദിവസവും കഴിഞ്ഞ 14 ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ATR 2% എബോവ് ഉള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഏകദേശം എല്ലാവർക്കും കൃത്യമായിട്ടുണ്ടാവും. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടാണ് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ലിമിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ സപ്പോസ് നമുക്കിവിടെ കാണാം ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് തോന്നുവാണ് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യും. ഈ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എളുപ്പമാർഗ്ഗമുണ്ട്. അതിങ്ങനെയാണ്, നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു പ്ലസ് ബട്ടൺ ഇവിടെ കിട്ടും. ഈ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പണായി വരും. ഇതിനകത്ത് നമുക്ക് സെല്ല് ചെയ്യാനാണെങ്കിൽ ലിമിറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യാം, അതല്ല ബൈ ചെയ്യാനാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം. അതിങ്ങനെ കാണിച്ചതിൻ്റെ കാരണം പ്രൈസ് താഴത്തായത് കൊണ്ടാണ് കേട്ടോ. ഞാനതൊന്ന് ക്ലിയർ ആക്കി തരാം. അതായത് ഇവിടെ പ്രൈസ് നിൽക്കുവാണ്, നമുക്ക് ഇവിടെ തിരിച്ച് മാർക്കറ്റ് എത്തുമ്പോൾ ബൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യും, അതിനുശേഷം ബൈ ലിമിറ്റ് കൊടുക്കും. ബൈ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ടതുപോലെ നമ്മുടെ ഓർഡർ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ ഇവിടെ പ്ലേസ്ഡായി കിടക്കുന്നത് കാണാൻ പറ്റും. പ്രൈസ് എപ്പോഴാണോ ഇങ്ങോട്ട് വന്ന് ഈ ലൈനിൽ ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓർഡർ എൻട്രി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർഡർ എടുക്കാനായിട്ട്, ഓർഡർ പ്ലേസ് ചെയ്യാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ നല്ലതാണ്. രണ്ടാമത് ഇവിടുന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇവിടുന്ന് എടുക്കുമ്പോൾ നമ്മൾ ഏത് പ്രൈസാണെന്ന് വെച്ചാൽ അതിവിടെ നോക്കണം. എന്നിട്ടത് മാർക്കറ്റാണെങ്കിൽ മാർക്കറ്റ്, ലിമിറ്റ് ആണെങ്കിൽ ലിമിറ്റ്, ഇതൊക്കെ നമ്മൾ മാനുവലി നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് ലിമിറ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് അത് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഓർഡർ ആയിട്ടൊക്കെ പോയെന്നിരിക്കാം. അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാം. അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ബൈ വെച്ച് കഴിഞ്ഞാൽ ബൈ ലിമിറ്റ്. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ 2 സെല്ലാണുള്ളത്. അത് സ്റ്റോപ്പ് ലോസ് സെല്ലാണ്. രണ്ടും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സ്റ്റോപ്പ് സെല്ലായിട്ടാണ് വരുന്നത്, പ്രൈസ് മുകളിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ആണ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇനിയിപ്പോൾ മറ്റുള്ള പല പ്ലാറ്റ്ഫോമുകളിലും ഇങ്ങനെ ചാർട്ടിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റത്തില്ലാത്തതാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മാനുവലി അത് പഠിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർഡർ പ്ലേസായി അങ്ങ് പോവുകയൊക്കെ ചെയ്യും. അങ്ങനത്തെയൊക്കെ മറ്റ് ചില പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. രണ്ടാമത്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നുവാണ് ഈ പ്രൈസ് ഇനിയും താഴത്തേക്ക് വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ കിട്ടിയാൽ മതി, അതുവരെ ഞാൻ ഓർഡർ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വലിച്ചിങ്ങോട്ട് താഴത്തേക്ക് വെച്ചാൽ മതി. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ മാനുവലി ഒന്നും ചെയ്യേണ്ട, ഇതേ പിടിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ. ഇപ്പോൾ നമ്മളിവിടുന്ന് എൻട്രി എടുത്ത ഒരാളാണ്, അപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി പ്രൈസ് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ട്രയലും സ്റ്റോപ്പ് ലോസ് കിട്ടണം. അപ്പോൾ എനിക്ക് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി വയ്ക്കാം. ഇവിടെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് പോകുന്നു കഴിഞ്ഞാലും എനിക്ക് ഈ പ്രൈസിൽ എക്സിറ്റ് ചെയ്ത് പോകാം. ഞാൻ എൻട്രി എടുത്തേക്കുന്നത് ഇവിടുന്നാണ്. സോ ഇത്രയും എൻ്റെ പ്രോഫിറ്റാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഫയേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കുറച്ച് നല്ലതാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന വേറൊരു കാര്യം ഇതാണ്. നമ്മളിവിടെ ഓർഡർ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, ബൈ. ക്വാണ്ടിറ്റി ഇവിടെ കാണാം, ഓട്ടോമാറ്റിക്കലി 102 വന്നു. ഇത് നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട്, മണി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു 5,000 റുപ്പീസിൻ്റെ ട്രേഡുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ അക്കൗണ്ടിൽ 10,000 രൂപ ഉള്ളപ്പോഴാണ് 5,000 റുപ്പീസിൻ്റെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആകാൻ പോകുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി വരുവാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്തേക്കുന്നത് ഓർഡർ വിൻഡോയിൽ,
അതായത് ഓർഡറിൻ്റെ സെറ്റിങ്സ് ഇവിടെ എവിടെയോ ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഈ കാണുന്ന ഐക്കൺ കണ്ടല്ലോ, യൂസർ സെറ്റിങ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓർഡർ വിൻഡോ വരും. ഒരു വിൻഡോ വന്നു. ആ വിൻഡോയ്ക്കകത്ത് ഇവിടെ ഓർഡർ വിൻഡോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൊസിഷൻ സൈസിങ് എന്നുള്ളിടത്ത് ഞാൻ പെർസെൻറ്റേജ് ഓഫ് മാർജിൻ എന്നുള്ളിടത്ത് 50 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അതിൻ്റെ 50% ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ സ്റ്റോപ്പ് ലോസ്, പ്രോഫിറ്റ്, ടേക്ക് പ്രോഫിറ്റ്, ഇതുപോലെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് സെറ്റിങ്സിനകത്ത് ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് എൻ്റെ മണി മാനേജ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി, ബാക്കി ഞാൻ മാനുവലി ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബൈ ഓർഡർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി 10,000 എൻ്റെ അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ എത്രയാണോ എൻ്റെ അക്കൗണ്ടിലുള്ളത് അതിൻ്റെ പകുതി പൊസിഷൻ സൈസ് ഓട്ടോമാറ്റിക്കലി വരും. ഇവിടെ പകുതി എന്ന് പറയുമ്പോൾ 5,000 ആണ്. ഇതിൻ്റെ 5x ലിവറേജും കൂടെ കൂടിയിട്ടാണ് ഈ പൊസിഷൻ എടുത്തേക്കുന്നത്, 102 ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എൻ്റെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ട് എൻ്റെ ഈ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ മാനുവലി ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി അത്യാവശ്യം പറയാനുള്ളത്. പിന്നെ പ്ലാറ്റ്ഫോമിനെ പറ്റിയൊക്കെ ഒത്തിരി വീഡിയോസ് നമുക്ക് യൂട്യൂബിലുണ്ട്. നിങ്ങൾ മറ്റുള്ളതും കൂടെയൊക്കെ നോക്കുക. പറ്റുകയാണെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.